ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഞാൻ ഇന്നലെ ദിയ ഫാത്തിമേനെ പറ്റിയിട്ടുള്ള ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ താഴെ കുറച്ച് നെഗറ്റീവായിട്ടുള്ള മനുഷ്യനെ നെഗറ്റീവ് അടിക്കുന്ന തരത്തിലുള്ള കുറച്ച് കമൻസ് വന്നിട്ടുണ്ട്. ഞാൻ അതിന് റിപ്ലൈ ചെയ്യാനാണ് വന്നിട്ടുള്ളത്. ഒരാൾ ഇട്ട കമൻ്റാണ്, സൗദിയിലിരുന്ന് സ്വപ്നം കാണുന്ന ഒരാൾ പറയുന്നത് കേട്ട് നിങ്ങൾ എന്തെങ്കിലും വിളിച്ചു പറഞ്ഞാൽ നിയമത്തിൻ്റെ മുന്നിൽ നിങ്ങൾ സമാധാനം പറയേണ്ടി വരും. ഒരു പുതിയ ചാനൽ ഉണ്ടാക്കിയിട്ട് റീച്ച് കൂട്ടാൻ വേണ്ടിയിട്ട് ജുനൈദ് കാണിക്കുന്ന കെട്ടുകഥയാണെന്നാണ് ഈ പറയുന്നത്. പിന്നെ ഒരുപാടുണ്ട്. ഒരു പാരഗ്രാഫ് അല്ല, ഒരു നോട്ട്ബുക്കിൻ്റെ ഒരു ഫ്രണ്ട് പേജിൽ എഴുതാൻ പറ്റുന്ന അത്രയും വലുപ്പത്തിലുള്ള ഒരു കമൻസ് ആണ് പുള്ളി എഴുതി വെച്ചിട്ടുള്ളത്. പേര് ഞാനിവിടെ മെൻഷൻ ചെയ്യുന്നില്ല, നിങ്ങൾക്ക് പോയി നോക്കിയാൽ മനസ്സിലാവും. അപ്പോൾ ആ വ്യക്തിയോടാണ് എനിക്ക് പറയാനുള്ളത്, വെറും ഒരു കെട്ടുകഥയ്ക്ക് അല്ലെങ്കിൽ റീച്ച് കൂട്ടാനുള്ള ഒരു മാർഗ്ഗമായിരുന്നെങ്കിൽ വേറെ പല കാര്യങ്ങളുണ്ട് ചേട്ടാ ലോകത്ത്. ഈ ഒരു ദിയ ഫാത്തിമ എന്നൊരു മോളുടെ കാര്യത്തെ പറ്റിയിട്ട് റീച്ച് കൂട്ടാൻ വേണ്ടി ചെയ്യേണ്ട ആവശ്യമില്ല. ഇപ്പോൾ ജുനൈദ് കാക്ക ആയാലും ജുനൈദ് നമ്പിലത്തെ വീഡിയോ ചെയ്യുന്നത് പുള്ളിക്കാരൻ റീച്ച് കിട്ടാൻ വേണ്ടിയിട്ടല്ല. പുള്ളി അതിൽ നിന്ന് കിട്ടിയ ഏർണിങ്സ് ആയാൽ പോലും പാവപ്പെട്ട കുട്ടികളെ സഹായിക്കാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. പുള്ളിക്കാരന് സ്വന്തമായിട്ട് ആ കാശെടുത്ത് വീട്ടിൽ കൊണ്ടുപോകാൻ വേണ്ടിയിട്ടല്ല. പിന്നെ ദിയ ഫാത്തിമ എന്ന പറഞ്ഞിട്ടുള്ള മോളുടെ ഒരു വീഡിയോ ചെയ്യുന്നത്, ഇപ്പം ഞാനടക്കമുള്ള ആൾക്കാർ ചെയ്യുന്നത് ഞങ്ങൾക്ക് റീച്ച് കൂട്ടാൻ വേണ്ടി മാത്രമല്ല. ഈ ഓരോ ആൾക്കാരും ഇപ്പോൾ ലോകത്തെമ്പാടുള്ള ആൾക്കാർ ചിലപ്പോൾ വീഡിയോ കാണുന്നുണ്ടാവും. ആർക്കെങ്കിലും എവിടെയെങ്കിലും ഒരു ക്ലൂ കിട്ടി ആ കുട്ടീനെ കിട്ടാൻ അതുവഴി അതിൻ്റെ മാതാപിതാക്കൾക്ക് സാധിക്കട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. ഇപ്പോൾ ഈ ജുനൈദ് നമ്പീലത്തിൻ്റെ വീഡിയോ ഇങ്ങനെ കണ്ടിന്യൂസ് ആയി ഇട്ടിട്ട് പോയിക്കൊണ്ടിരുന്നുകൊണ്ടാണ് ഒരു വീഡിയോയ്ക്ക് താഴെ, നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ലെന്ന് എനിക്കറിയില്ല, ഒരു വീഡിയോയ്ക്ക് താഴെ ഒരു ലേഡി വന്ന് കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. ആ ഒരു തുമ്പയെ പിടിച്ചിട്ടാണ്, ആ ഒരു ക്ലൂ വെച്ചിട്ടാണ് ജുനൈദ് നമ്പീലത്ത് കുട്ടീൻ്റെ ബാക്കിയുള്ള അന്വേഷണങ്ങൾ തുടർന്ന് കൊണ്ടുപോയിട്ടുള്ളത്. അതാ പറഞ്ഞപ്പോൾ റീച്ച് കൂട്ടാൻ വേണ്ടി മാത്രമല്ല, എല്ലാവരുടെ മനസ്സിൽ ദിയ ഫാത്തിമ എന്ന് പറഞ്ഞ മോളിങ്ങനെ മുഖം ഇങ്ങനെ കത്തി നിൽക്കണം. നമുക്ക് നാളെ ഇപ്പോൾ ഒരു വഴിവക്കിൽ വെച്ചൊരു കുട്ടീനെ കണ്ടിട്ടുണ്ടെങ്കിലും നമുക്ക് മനസ്സിൽ തോന്നുന്നത് ആ മോളായിരിക്കുമോ. അങ്ങനെ വഴിയെങ്കിലും പോലീസിനായിക്കോട്ടെ, ഇങ്ങനെ വീഡിയോ ചെയ്യുന്ന ആൾക്കാർക്കായിക്കോട്ടെ, അതുവഴി കുട്ടിക്ക് അതിൻ്റെ മാതാപിതാക്കളുടെ അടുത്ത് എത്താൻ പറ്റുമെങ്കിൽ അങ്ങനെ പറ്റിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഇതുപോലുള്ള വീഡിയോസ് ചെയ്തിരുന്നത്. നിങ്ങൾക്ക് കാണാൻ പറ്റുവാണെങ്കിൽ കണ്ടാൽ മതി, അല്ലെങ്കിൽ കാണുന്ന ഒരു നിർബന്ധവും ഇല്ല. പിന്നെ നിയമത്തിൻ്റെ വഴിക്ക് കൊണ്ടുവരും, നിയമത്തിൻ്റെ മുന്നിൽ സമാധാനം പറയേണ്ടി വരും. എന്നോടും പറഞ്ഞിട്ടുണ്ട്, അതുപോലെ തന്നെ ജുനൈദ് നമ്പിലത്തിനോടും പറഞ്ഞിട്ടുണ്ട്, വീഡിയോയ്ക്ക് ഇങ്ങനെ ഇല്ലാത്ത കാര്യങ്ങളൊക്കെ പറഞ്ഞുണ്ടാക്കിയാൽ നിങ്ങൾ നിയമത്തിൻ്റെ വഴിക്ക് നിങ്ങളെ കൊണ്ടുവരുന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പം ഞാനൊന്ന് ചോദിക്കട്ടെ, എൻ്റെ വീഡിയോയിൽ ഞാൻ നിയമത്തിനെതിരായിട്ട് ഞാനൊന്നും പറഞ്ഞിട്ടില്ല. പോലീസിൻ്റെ സപ്പോർട്ട് ഉണ്ടാവാൻ വേണ്ടി പ്രാർത്ഥിക്കാം എന്ന് മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. അതുപോലെ ജുനൈദ് നമ്പിലത്തായാൽ പോലും പോലീസുകാരന്മാരുടെ വെല്ലുവിളിച്ചിട്ടില്ല, പോലീസുകാരന്മാരെയോ നിയമവ്യവസ്ഥയോ വെല്ലുവിളിച്ചിട്ടില്ല. പോലീസുകാരന്മാർക്ക് അത്രയും പറ്റുന്നുണ്ടായിരുന്നില്ല, അതുകൊണ്ട് പുള്ളീൻ്റെ വഴിക്ക് അന്വേഷിച്ചു. ജുനൈദ് നമ്പിലത്ത് നാട്ടിൽ വരുന്ന സമയത്ത് നിയമത്തിൻ്റെ വഴിയിൽ കൊണ്ടുവരും, കോടതിയിൽ കൊണ്ടുപോകും, ഇതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. കേൾക്കുന്നവർ മണ്ടന്മാരല്ല ചേട്ടാ, കേട്ടോ. പിന്നെ അടുത്തൊരു കമൻ്റാണ്, നീ ഇങ്ങനെ ഒറ്റയ്ക്ക് നിന്ന് വീഡിയോ ചെയ്യല്ലേ, ബോറാകുന്നു, ഇനി നീ വീഡിയോ ചെയ്യല്ലേ എന്ന് പറഞ്ഞിട്ട് സീതാലക്ഷ്മി എന്ന് പറഞ്ഞ ഒരു ലേഡി കമൻ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. ഞാനൊരു പ്രൊഫഷണൽ വീഡിയോഗ്രാഫറോ വീഡിയോ എഡിറ്ററോ ഒന്നുമല്ല. എനിക്ക് എൻ്റെ ഫോൺ വെച്ചിട്ട് ഞാൻ സെൽഫായിട്ട് എടുക്കുന്ന വീഡിയോസാണ്. നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും, ഞാൻ ഒരുപാട് കാലമൊന്നും ആയിട്ടില്ല വീഡിയോ ഇടാൻ തുടങ്ങിയിട്ട്, ഒരു 2 ആഴ്ച തികഞ്ഞിട്ടില്ല. അപ്പോൾ ചെറിയ ചെറിയ മിസ്റ്റേക്കുകളൊക്കെ ഉണ്ടാവും. അതിനിങ്ങനെ നെഗറ്റീവ് പഠിപ്പിച്ച് തളർത്തരുത്. അടുത്തൊരു കമൻ്റാണ്, കുട്ടിയെ കിട്ടിയിട്ടൊന്നുമില്ല, എവിടെയാണെന്ന് അറിയില്ല, ഇല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞുണ്ടാക്കരുത്. ഇല്ലാത്ത കാര്യങ്ങളായിട്ട് ഞാൻ അതിനകത്ത് ഒന്നും പറഞ്ഞിട്ടില്ല. ഞാൻ ജുനൈദ് നമ്പിലത്തിൻ്റെ വീഡിയോ കണ്ടിട്ട് എനിക്ക് തോന്നിയ ഒരു അസംഷനാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്, അല്ലാണ്ട് വേറെ ഒന്നും ഞാൻ പറഞ്ഞിട്ടില്ല. എന്ത് തന്നെ ആയാലും നഷ്ടപ്പെട്ടത് ആ കുട്ടീൻ്റെ ഉമ്മയ്ക്കും ബാപ്പയ്ക്കുമാണ്. എത്രയും പെട്ടെന്ന് ദിയാമോളെ കണ്ടു കിട്ടാൻ വേണ്ടിയിട്ട് ദൈവം സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ അടുത്തൊരു വീഡിയോ കാണുന്നവരെ ബൈ.